blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈ പ്രോഗ്രാമിനകത്ത് യേശുവുണ്ട്. ദൈവത്തിൻ്റെ ശക്തി ഇതിലൂടെ പ്രവർത്തിക്കുന്നു. ഇതിനു മുമ്പുള്ള വർഷങ്ങളിൽ ആയിരക്കണക്കിന് പേര്, ലക്ഷക്കണക്കിന് പേര് യേശു കർത്താവ് പല നിലകളിൽ അനുഗ്രഹിച്ച് ഞാൻ വിശ്വസിക്കുന്ന നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. നമുക്ക് ഈ സമയത്ത് ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് സാധ്യമാക്കി തീർത്തതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാമ്പത്തിക സഹകാരികൾക്ക് വേണ്ടി എല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, USA നിന്നുള്ള ഷെറി ക്ലെമൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ സഹോദരൻ സുനിലിന് ആരാധനാ സൗകര്യം ഉള്ളിടത്ത് നല്ലൊരു ജോലി കിട്ടുവാൻ അങ്ങ് സഹായിക്കണമേ. കൊടകരയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ പാരമ്പര്യമായുള്ള മാനസിക രോഗം, ഭയം, ടെൻഷൻ, ഇതിൽ നിന്നെല്ലാം പൂർണ്ണമായും ആ സഹോദരി പുറത്തു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അടൂരിൽ നിന്നുള്ള PG മാത്യുവിനായി പ്രാർത്ഥിക്കുന്നു. മൂത്ത മകന് സ്കിൻ ഡിസീസിൽ നിന്നും പരിപൂർണമായ സൗഖ്യം ഉണ്ടാകട്ടെ. ആലപ്പുഴയിൽ നിന്നുള്ള മായാദേവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്തോഷവും സമാധാനവും ഈ കുടുംബത്തിൽ മുഴുവൻ അങ്ങ് നിറയ്ക്കണമേ എന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ആലപ്പുഴയിൽ നിന്നുള്ള വെൽവിഷക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ കൊച്ചുമകന് ഭയത്തിൽ നിന്നും അതുപോലെ ആൻസൈറ്റിൽ നിന്നും പൂർണ്ണമായ വിമോചനം ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ പ്രേക്ഷകർ ഒരുമിച്ച് ചേർന്ന് ഈ വ്യക്തികളെ ഈ സമയത്ത് എല്ലാ മേഖലകളിലും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കാസർഗോഡ് ഫെബ്രുവരി 5 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കാസർഗോഡ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കണ്ണൂർ ഫെബ്രുവരി 6 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പാപ്പിനിശ്ശേരി കോഓപ്പറേറ്റീവ് താലൂക്ക് ഓഡിറ്റോറിയം, കല്യാശ്ശേരി, കണ്ണൂർ. ബ്രദർ വിജയ് ആൻഡ് ജുനി സിസ്റ്റർ, ഇവർ നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററിലെ ശുശ്രൂഷകരാണ്. ഇവർക്ക് ദൈവം ചെയ്ത വലിയൊരു കാര്യം എല്ലാവരോടും നന്ദിയോടുകൂടി, ദൈവത്തോടുള്ള നന്ദിയോടുകൂടി പ്രഘോഷിക്കാൻ വന്നിരിക്കുകയാണ്. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി ബ്രദർ. എന്നാൽ ആദ്യ നാളുകളിൽ തന്നെ സഹോദരി ഗർഭം ധരിച്ചെങ്കിലും അത് മിസ്കാരേജിലൂടെ തനിക്ക് നഷ്ടപ്പെട്ടു. തുടർന്നും ചില നാളുകൾക്ക് ശേഷം താൻ പ്രഗ്നൻ്റ് ആയെങ്കിലും മിസ്കാരേജ് സംഭവിച്ചു. ഇവർ ആദ്യത്തെ മിസ്കാരേജിന് ശേഷം തന്നെ ഡോക്ടറുടെ അടുക്കൽ പോവുകയും കാരണം ആരെയും ചെയ്തപ്പോൾ ട്യൂബിൽ ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. പിന്നീടും മിസ്കാരേജിൽ സംഭവിച്ചു. പല ട്രീറ്റ്മെൻറ്റുകൾ നടത്തി. എന്നാൽ ഓരോ തവണ ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ സമീപിക്കും തോറും പല തടസ്സങ്ങളാണ് ഓരോ ഗൈനിക്കും പറഞ്ഞിരുന്നതാണ് ഇവർ പറയുന്നത്. കാരണം ഇവരുടെ ശരീരത്തിൽ പലവിധമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അതിനനുസരിച്ച്. പക്ഷേ അവസാനം ഇവർ ഏറ്റവും പ്രശസ്തരായ ആളുകളുടെ അടുത്താണ്, ഡോക്ടേഴ്സിൻ്റെ അടുക്കലാണ് സമീപിച്ചത്. അവർ പറഞ്ഞത് IVF ആണ് ഇതിനുള്ള ആകെ ഒരു സൊല്യൂഷൻ, അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുള്ളൂ, നോർമലായിട്ടുള്ള രീതിയിൽ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ഇവർ അത് കേട്ടപ്പോൾ വളരെ നിരാശരായി. പക്ഷേ ഇവർ ഒരു കാര്യം വിശ്വസിച്ചു, ദ ബെസ്റ്റ്, ഏറ്റവും നല്ല ഡോക്ടർ എന്നുള്ളത്, ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് എന്നുള്ളത് യേശുവാണെന്ന്, ജീസസ് ആണെന്നുള്ള വിശ്വാസം ഇവരുടെ അകത്തുണ്ടായിരുന്നു. ഈ ബ്രദർ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ വിശ്വസിച്ചു ദ ബെസ്റ്റ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് യേശുവാണ്, ആ യേശു തന്നെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരാൻ പോവുകയാണ് എന്ന് വിശ്വസിച്ചു. ഇവർ പറയുന്നത് കഴിഞ്ഞ വർഷം ന്യൂ ഇയറിൽ ബ്രദർ ഡാമിയൻ പ്രാർത്ഥിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ ഒത്തിരി വർഷങ്ങൾ നിങ്ങൾക്ക് നിരാശയുടെ വർഷമായിരുന്നെങ്കിൽ ഈ വർഷം നിരാശ നിൽക്കാൻ പോവുകയാണ്, അതിനൊരു ഫുൾ സ്റ്റോപ്പ് വരുന്ന വർഷമായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ ഇവർ കഴിഞ്ഞ വർഷം
ഏപ്രിൽ മാസം 25-ാം തീയതി ബ്ലെസ്സിങ്ങിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹോദരി ആ സമയത്ത് ഒത്തിരി ശരിക്കും തകർന്ന് നിരാശയിലൂടെ കടന്നു പോവുകയായിരുന്നു. പലതും മടുത്തിരിക്കുന്ന അവസ്ഥയായിരുന്നു. നമ്മുടെ ബ്ലെസ്സിങ്ങിലൂടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ സഹോദരി പറഞ്ഞത് തനിക്ക് അതിലൊന്നും ശ്രദ്ധയില്ല. താൻ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. കാരണം താൻ വളരെ മനസ്സിൽ വിഷമിച്ചിരുന്നു. ഇത് TV അവിടെ ഓണായി കിടന്നിട്ട് ഞാൻ പോവുകയാണെന്നുള്ള രീതിയിൽ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ തൻ്റെ അകത്ത് ഒരു ശബ്ദം, നിൽക്കുക, അടുത്തത് നിനക്ക് വേണ്ടിയുള്ള ഒരു അത്ഭുതമാണ്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ സഹോദരി അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ തന്നെ സിസ്റ്റർ ക്ഷമ TV-യിലൂടെ പറയുകയാണ്, കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർക്ക് വേണ്ടി യേശു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അടുത്ത വർഷം ഇതേ മാസത്തിൽ നിങ്ങളുടെ കരങ്ങളിൽ ഒരു കുഞ്ഞുണ്ടായിരിക്കുമെന്ന്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളില്ലാത്ത ചില ദമ്പതികൾ ഇപ്പോൾ കർത്താവേ ഒരു അത്ഭുതം അവർക്ക് വേണ്ടി സംഭവിക്കണമേ, അങ്ങയുടെ കരം നീട്ടി അങ്ങ് വെളിപ്പെടുത്തി കർത്താവെ അവരെ സൗഖ്യമാക്കി അവരുടെ കയ്യിൽ അടുത്ത വർഷത്തിനുള്ളിൽ തന്നെ കർത്താവ് ഒരു കുഞ്ഞിനെ നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അന്ന് നടന്നൊരു അത്ഭുതമാണെന്നാണ് ഇത് പറയുന്നത്. കാരണം അവർ എന്നാൽ ഇതിന് ശേഷം പോയി അടുത്ത മാസം ടെസ്റ്റ് ചെയ്തപ്പോഴൊക്കെ കുട്ടികളില്ല, നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ജൂൺ മാസം വരെ പലതവണ ഈവൻ സ്കാനിങ് വരെ ഇവർ ചെയ്തു, അപ്പോഴും നെഗറ്റീവാണ്. പക്ഷേ പിന്നീടാണ് മറ്റൊരു ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഗർഭവതിയാണെന്ന് കണ്ടെത്തിയത്. പക്ഷെ അത് ഏപ്രിൽ മാസം തന്നെയാണ് താൻ ഗർഭം ധരിച്ചതെന്നും കണ്ടെത്തിയിരിക്കുന്നത്. പ്രഗ്നൻസി ടെസ്റ്റുകളിൽ ആദ്യകാലത്ത് ഒന്നും തെളിഞ്ഞില്ല, ഇല്ല. പക്ഷേ ഏപ്രിൽ മാസത്തിലാണെന്നുള്ള പിന്നീട് തെളിഞ്ഞു. അതുപോലെ തന്നെ അന്ന് സിസ്റ്റർ ക്ഷമ പറഞ്ഞതുപോലെ, ബ്രദർ ന്യൂ ഇയറിന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുമായിട്ടാണ് ഇവർ നിൽക്കുന്നത്. കൈകൾ, രണ്ട് കൈയുള്ളവർ രണ്ട് കൈയും ഇവരെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പൈതലിനെ സ്വർഗത്തിൽ നിന്നും ഒരു ദാനമായി ഇവരുടെ കൈകളിലേക്ക് ഇട്ടുകൊടുത്തതിനാൽ നന്ദി പറയുന്നു. നീണ്ട 7 വർഷത്തെ ശൂന്യതകൾക്ക് ശേഷം കർത്താവെ, നീ അവരുടെ കണ്ണുനീരിന് മറുപടിയായി, അവരുടെ വിശ്വാസത്തിന് മറുപടിയായി നൽകിയ ഈ പൈതലിനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. മാത്രമല്ല, ഈ ഭവനത്തിൽ ഇനിയും വർധനവുണ്ടാകട്ടെ, എല്ലാറ്റിലും വർധനവുണ്ടാകട്ടെ. ജൂനി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെമ്പൂർ ഫെബ്രുവരി 18 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ദ ഗ്രാൻഡ് നളന്ദ ഹാൾ, ഡോക്ടർ BR അംബേദ്കർ കോളേജ്, PL ലോകാന്ത് മാർഗ്, ചെമ്പൂർ വെസ്റ്റ്, മുംബൈ, മഹാരാഷ്ട്ര 400089. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൻവേൽ ഫെബ്രുവരി 19 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ശ്രീകൃപ ബാൻക്വറ്റ് ഹാൾ, സെക്ടർ 6, കാന്ത കോളനി, പൻവേൽ വെസ്റ്റ്, മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ ഫെബ്രുവരി 20 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സനൈ മംഗൾ കാര്യാലയ്, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്, മഹാരാഷ്ട്ര. Philippians chapter 2, we read that Jesus set aside his godly form or the divine form and he came in a human form. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നു, ക്രിസ്തു യേശു തൻ്റെ ദൈവിക രൂപത്തെ സ്വർഗത്തിൽ അഴിച്ചു വെച്ചിട്ട് മനുഷ്യ രൂപമെടുത്ത് ഈ ഭൂമിയിൽ നമ്മുടെ ഇടയിൽ പാർത്തു. Hallelujah. ഹല്ലേലൂയ. And he came to redeem us. അവൻ നമ്മെ വീണ്ടെടുക്കുവാനായിട്ടാണ് വന്നത്. And that was for a temporary period that he was in the human form 30+ years. ഏതാണ്ട് 30-ലധികം വർഷങ്ങൾ മാത്രമായിരുന്നു മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു താൽക്കാലിക ജീവിതത്തിൽ യേശുക്രിസ്തു ആയിരുന്നത്. John chapter 1 verse number 17 says nobody has ever seen God. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 17-ാം വചനത്തിൽ പറയുന്നു, ആരും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ലല്ലോ. Meaning nobody has seen God as he is. അതിന്റെ അർത്ഥം ദൈവമായിരിക്കുന്ന രൂപത്തിൽ അതുപോലെ ദൈവത്തെ ആരും കണ്ടിട്ടില്ല. But some people have seen him in visions. എന്നാൽ ചില ആളുകൾ ദർശനത്തിലൂടെ ദൈവത്തെ Or കണ്ടിട്ടുണ്ട്, in dreams. അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ കണ്ടിട്ടുണ്ട്. Or some people had the privilege to just have a glimpse of the glory of God. അപ്പോൾ തന്നെ ചില ആളുകൾക്ക് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഒരു കണത്തെ തിരിച്ചറിയുവാനുള്ള ഭാഗ്യം ലഭിച്ചവരായിട്ടുണ്ട്. But nobody has ever seen the real nature of God. എന്നാൽ ദൈവത്തിന്റെ യഥാർത്ഥ സ്വരൂപത്തെ കണ്ടിട്ടുള്ള ആരും തന്നെയില്ല.
But the Bible reveals God through the scriptures. എന്നാൽ ബൈബിൾ ദൈവവചനത്തിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. Are you there? നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? Hallelujah. ഹല്ലേലൂയ. One of the nature of God is the fire nature of God. ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പ്രകൃതത്തിന്റെ ഒരു ഭാഗമാണ് അവന്റെ അഗ്നിയുടെ സ്വഭാവം എന്നുള്ളത്. The Bible says God is a consuming fire. കാരണം ബൈബിൾ പറയുന്നു ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയത്രേ. And when the people of Israel saw him, when they looked to Mount Sinai, the peak of Mount Sinai, they saw fire. ഇസ്രായേൽ മക്കൾ പഴയ നിയമത്തിൽ സീനായി മലയുടെ മുകളിലേക്ക് നോക്കിയപ്പോൾ ദൈവം ഇറങ്ങി വന്നതായിട്ട് ഒരു വലിയ അഗ്നിയുടെ രൂപത്തിലാണ് അവർ ദൈവത്തെ കണ്ടത്. And when Moses had an encounter with Jesus at the bush, he saw fire all over the bush. അപ്പോൾ തന്നെ ആദ്യമായി മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനായപ്പോൾ അവിടെ മുൾപടർപ്പിൽ കത്തുന്ന മുൾപടർപ്പിന്റെ രൂപത്തിലാണ് ദൈവത്തിന്റെ സാന്നിധ്യം മോശയ്ക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. And when people of Israel were going from point A to point B, there was pillar of fire accompanying them. അതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ മുൻപടയായിട്ട് അഗ്നിയുടെ തൂൺ പോലെ അഗ്നി തൂണായി ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. Can you shout hallelujah? മനസ്സിലായവരൊരു ഹല്ലേലൂയ പറയാമോ? Bigger hallelujah. അല്പം കൂടെ to the Lord. ശബ്ദമുയർത്തി Hallelujah. ഹല്ലേലൂയ. So what I'm trying to say is that our God has a fire nature. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ദൈവത്തിന് തീയുടെ സ്വഭാവമുണ്ട് എന്നുള്ളതാണ്. Revelation chapter 1, Jesus appeared to John the apostle as fire. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ അപ്പസ്തോലനായി യോഹന്നാന്റെ മുൻപിൽ യേശുക്രിസ്തു പ്രത്യക്ഷനായത് തീയുടെ രൂപത്തിലായിരുന്നു. He had fiery eyes, അവന് അഗ്നിജ്വാല പോലെയുള്ള കണ്ണുകളായിരുന്നു. meaning he can see anything. അതിന്റെ അർത്ഥം അവനെ എന്തും കാണുവാൻ സാധിക്കും. Hallelujah. ഹല്ലേലൂയ. He has see-through eyes. അവൻ കണ്ണുകൾ കൂടെ അവൻ കാണുകയാണ്. Hallelujah. ഹല്ലേലൂയ. Now we are going to have a look at the Holy Spirit. എന്നാൽ ഇന്ന് നമുക്കിനി പരിശുദ്ധാത്മാവിലേക്ക് നോക്കാം. Look here. ദയവായി God ശ്രദ്ധിച്ചാൽ. the Father is a consuming fire. ഞാൻ പറഞ്ഞു സ്വർഗ്ഗത്തിലെ പിതാവ് ദഹിപ്പിക്കുന്ന The അഗ്നിയാകുന്നു. resurrected Jesus has fiery eyes. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ കണ്ണുകൾ അഗ്നിജ്വാലയുടെ കണ്ണുകളായിരുന്നു. And his legs were fiery legs. അപ്പോൾ തന്നെ അവന്റെ കാലുകൾ ഇതുപോലെ തന്നെ പഴുപ്പിച്ച അഗ്നിയുടെ കാലുകളായിരുന്നു. Now let us look at the Holy Spirit. ഇനി പരിശുദ്ധാത്മാവിലേക്ക് നമുക്ക് നോക്കാം. Revelation chapter 4 and verse number 5. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ Turn വചനത്തിൽ your Bibles very quickly. വളരെ പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലുള്ള ബൈബിളുകൾ ഈ സമയത്ത് തുറന്നാലും. From the throne came flashes of lightning, rumblings and peals of thunder. In front of the throne 7 lamps were blazing. These are the 7 spirits of God. 5-ാമത്തെ വചനം, സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനങ്ങളുടെ മുൻപിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. Hallelujah. ഹല്ലേലൂയ. So this is what we see when we go to heaven. സ്വർഗ്ഗത്തിൽ ചെന്നാൽ നാം കാണാൻ പോകുന്ന കാഴ്ചയാണിത്. So John the Apostle was given a chance to see or to have a glimpse of the presence of the Lord in third heaven. സ്വർഗ്ഗത്തിൽ 3-ാം സ്വർഗ്ഗത്തിൽ ഇരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ഒരു കണിക തിരിച്ചറിയുവാനായി യോഹന്നാൻ അപ്പസ്തോലന് ഇവിടെ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. So when John the Apostle looked, he saw a huge throne. യോഹന്നാൻ അപ്പസ്തോലൻ നോക്കിയപ്പോൾ ഒരു വലിയ സിംഹാസനത്തെ അദ്ദേഹം കണ്ടു. And it was not an ordinary throne. അത് ഒരു സാധാരണ And സിംഹാസനമായിരുന്നു. as he was looking, he saw from the throne came flashes of lightning. അദ്ദേഹം ആ സിംഹാസനത്തെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ സിംഹാസനത്തിൽ നിന്ന് ഇടിമിന്നൽ പുറപ്പെടുന്നത് താൻ കണ്ടു. Rumblings of and peals of thunder. അതുമാത്രമല്ല ഇടിമുഴക്കവും ആ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. And in front of the throne, when he looked, he saw 7 lamps were blazing. അപ്പോൾ തന്നെ ആ സിംഹാസനത്തിന്റെ മുൻപിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന 7 ദീപങ്ങളെയും താൻ കണ്ടു. And then John says, these are the 7
seven spirits of God. ഇവിടെ യോഹന്നാൻ പറയുന്നു ഈ 7 ദീപങ്ങൾ ദൈവത്തിന്റെ 7 ആത്മാക്കളത്രേ. Everybody say these seven lamps are the seven spirits of God. എല്ലാവരും പറയാമോ, ഈ 7 ദീപങ്ങൾ കാണിക്കുന്നത് ദൈവത്തിന്റെ 7 ആത്മാക്കളെയാണ്. Hallelujah. So in front of the throne they saw 7 blazing lamps. ഇപ്പോൾ ദൈവിക സിംഹാസനത്തിന്റെ മുൻപിലായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന 7 ദീപങ്ങളെ, വിളക്കുകളെ താൻ കാണുകയാണ്. Hallelujah. ഹല്ലേലൂയ. They are blazing fire. അവർ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീയാണ്. So when we look at the nature of the Holy Spirit is also fire. പരിശുദ്ധാത്മാവിന്റെ സ്വഭാവത്തെ നാം പഠിച്ചാൽ പരിശുദ്ധാത്മാവും ഇതുപോലെ തീയുടെ ദൈവമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ God സാധിക്കും. the Father has a fiery nature. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വർഗ്ഗത്തിലെ പിതാവിന് തീയുടെ സ്വഭാവമുണ്ട്. Jesus has a fiery nature. ഉയർത്തെഴുന്നേൽക്കപ്പെട്ട യേശുവിലും തീയുടെ The സ്വഭാവത്തെ Holy കാണുന്നു. Spirit also has a fiery nature. പരിശുദ്ധാത്മാവിലും ഇതുപോലെ ഒരു തീയുടെ സ്വഭാവത്തെ നാം കാണുന്നു. Now I told you, when God was accompanying the children of Israel, there was a pillar of fire. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇസ്രായേൽ മക്കളെ പിൻപടിയായി ദൈവം അവരെ അനുഗമിച്ചപ്പോൾ അവരുടെ മുൻപിലായി ഒരു അഗ്നി തൂണിനെ ദൈവം നിർത്തിയിരുന്നു. Now look at me. ദയവായി എന്നെ ശ്രദ്ധിച്ചാലും Today God is not coming along with us as a pillar of fire. ഇന്ന് നമ്മോട് കൂടെ സഞ്ചരിക്കുന്ന ദൈവം ഒരു അഗ്നി തൂണായി കൂടെ വരുന്നില്ല. In the Old Testament, the pillar of fire was an external fire. പഴയ നിയമത്തിൽ അഗ്നിത്തൂണായി നിന്ന ദൈവം അത് പുറത്തുള്ള ഒരു തീയായിരുന്നു. But in the New Testament, this fire is coming inside of us. എന്നാൽ പുതിയ നിയമത്തിൽ ഈ അഗ്നിത്തൂണ് വെളിയിലല്ല, അത് മനുഷ്യന്റെ അകത്തായിട്ടാണ് ഇരിക്കുന്നത്. Everybody lay your hands on your heart and say, the fire is now inside of me. എല്ലാവരും നിങ്ങളുടെ വലത്തെ കൈ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ പറയുക, ദൈവത്തിന്റെ തീ ഇപ്പോൾ എൻ്റെ അകത്ത് ഹൃദയത്തിലാണുള്ളത്. ഒന്നുകൂടി പറയാമോ? ദൈവത്തിന്റെ തീ എൻ്റെ അകത്താണുള്ളത്. വീണ്ടും പറയാമോ? ദൈവത്തിന്റെ തീ. ഒന്നുകൂടെ. ദൈവത്തിന്റെ തീ. Hallelujah. ഹല്ലേലൂയ. So the triune God is fire. ദൈവിക ത്രിത്വം അത് തീയുടെ ദൈവമാണ്. And especially the Holy Spirit is the one who takes us to the experiential realm. അപ്പോൾ തന്നെ പ്രധാനമായിട്ടും പരിശുദ്ധാത്മാവ് ഇത്തരം തീയുടെ അനുഭവങ്ങളിലൂടെ നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവമാണ്. Somebody shout a big hallelujah. ചേർന്നുറക്കിയൊരു ഹല്ലേലൂയ പറഞ്ഞാലും. Hallelujah. ഹല്ലേലൂയ. Now, when the fire comes inside of us, ദൈവത്തിന്റെ തീ നമ്മുടെ അകത്ത് വന്നു കഴിയുമ്പോൾ, when the fire touches us, നമ്മെ ആ തീ സ്പർശിച്ചു കഴിയുമ്പോൾ there will be a life transformation. ജീവിതത്തിൽ രൂപാന്തരം വന്നു ചേരുകയാണ്. And how many of you want a change in your life? നിങ്ങളിൽ എത്ര പേർക്ക് ഒരു മാറ്റം ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിട്ടുണ്ട്? When we study the Bible, ബൈബിൾ നാം പഠിച്ചാൽ, if you ever have an encounter with the Lord, there will be change. ദൈവവുമായിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു അവസരം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എപ്പോഴെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അന്നു മുതൽ അവനിൽ മാറ്റം തുടങ്ങുകയാണ്. Somebody say hallelujah. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? Hallelujah. ഹല്ലേലൂയ. I'm going to take you to one Old Testament scripture portion. പഴയ നിയമത്തിലെ ഒരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. Book of Isaiah chapter 6. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 6-ാം അധ്യായം. And verses 1 through 7. അതിന്റെ 1 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങൾ. In the year that King Uzziah died, അവിടെ കാണുന്ന 1-ാമത്തെ വചനം, ഉസിയ രാജാവ് മരിച്ച വർഷം യഹോവ, I saw the Lord. ഞാൻ കർത്താവിനെ കണ്ടു. അടുത്ത ആളോട്, I saw the Lord. ഞാൻ കർത്താവിനെ കണ്ടു. Hallelujah. So I saw the Lord high and exalted, seated on a throne, and the train of his robe filled the temple. ഉയർന്നതും ഉയർത്തപ്പെട്ടതുമായ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലുകൾ ആലയത്തെ നിറച്ചിരുന്നു. Hallelujah. ഹല്ലേലൂയ. So this
prophet was already in the ministry. ഈ പ്രവാചകൻ കർത്താവിന്റെ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. Chapter 1 up to chapter 5, he was doing a tremendous ministry. ഒന്നാം അധ്യായം യെശയ്യാ പ്രവചനത്തിന്റെ ഒന്നാം അധ്യായം മുതൽ അഞ്ചാം അധ്യായം വരെ നോക്കുമ്പോൾ വളരെ ശക്തമായ ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു പ്രവാചകൻ. And he specialized in prophesying about the judgments of God that would come upon different nations because of their sin. എന്നു മാത്രമല്ല അദ്ദേഹം തൻ്റെ ശുശ്രൂഷ പ്രത്യേകമായി എടുത്തിട്ടുള്ളത്, സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് വിവിധ രാജ്യങ്ങളിൽ ദൈവത്തിന്റെ ന്യായവിധി വരുന്നതിനെ കുറിച്ച് പ്രവചിക്കുന്ന കാര്യത്തിലായിരുന്നു. So he was pointing at all these kingdoms and he was prophesying great judgments upon them. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ രാജ്യങ്ങളുടെ പേര് പറഞ്ഞ് അവിടെ വരാൻ പോകുന്ന ദൈവത്തിന്റെ ന്യായവിധി കുറിച്ചാണ് താൻ പ്രവചിച്ചു കൊണ്ടിരുന്നത്. Listen to this. He was already in ministry. ദയവായി ശ്രദ്ധിക്കാമോ? അദ്ദേഹം ശുശ്രൂഷയിൽ തന്നെ ആയിരുന്ന He was വ്യക്തിയാണ്. already a great prophet. അദ്ദേഹം ഒരു വലിയ മഹാപ്രവാചകൻ തന്നെയായിരുന്നു. But chapter 6, he had an encounter with the Lord. എന്നാൽ ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു ഇടപെടലിനുള്ള ഒരു അവസരം തനിക്ക് ലഭിക്കുകയാണ്. And he started seeing the majesty of God. അവിടെ ദൈവത്തിന്റെ മഹത്വത്തെ താൻ ദർശിക്കുകയാണ്. Now, chapter number 6, verse number 2. Above him were seraphim, each with 6 wings. With 2 wings they covered their faces, with 2 they covered their feet, and with 2 they were flying. രണ്ടാമത്തെ വചനത്തിൽ സാറാഫുകൾ അവന് ചുറ്റും നിന്നു, ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു. Verse number 3. And they were calling to one another, Holy, holy, holy is the Lord God Almighty. The whole earth is full of his glory. മൂന്നാമത്തെ വചനം, ഒരുവൻ മറ്റൊരുവനോട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. Look here. Now, this prophet had a chance to see a slot of heavenly worship session. ഇവിടെ ഈ പ്രവാചകന് സ്വർഗീയമായ ആരാധനാ വേളയുടെ ഒരു അവസരം ദർശിക്കുവാനുള്ള ഒരു അവസരം തനിക്ക് ലഭിച്ചിരിക്കുകയാണ്. And what was happening in the heavenly realm when they were having a worship session? ഒരു സ്വർഗീയമായ ആരാധന നടക്കുന്ന സമയത്ത് സ്വർഗതലങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? Numerous seraphims were worshiping the Lord. എണ്ണിക്കൂടാൻ സാധിക്കാത്ത സാറാഫുമാർ ഇപ്പോൾ ഇവിടെ ആരാധിക്കുകയാണ്. And how were they worshiping the Lord? എങ്ങനെയാണ് അവർ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്? They had 3 pairs of wings. അവർക്ക് 3 ജോഡി ചിറകുകൾ ഉണ്ടായിരുന്നു. With 2 they covered their faces. അതിലെ 2 ചിറകുകൾ കൊണ്ട്, ഒരു ജോഡി ചിറകുകൾ കൊണ്ട് മുഖം അവർ മൂടുന്നു. And with 2 they covered their feet. 2 ചിറകുകൾ, ഒരു ജോഡി ചിറകുകൾ കൊണ്ട് കാല് മൂടുന്നു. And with the other pair they were flying. മറ്റൊരു ജോഡി കൊണ്ട്, 2 ചിറകുകൾ കൊണ്ട് അവർ പറന്നുകൊണ്ട് And നിൽക്കുന്നു. they were calling to one another, Holy, holy, holy is the Lord God എന്നിട്ട് Almighty. മറ്റൊരുവനോട് ഒരുവൻ ആർത്തുകൊണ്ട് പറയുന്നു, പരിശുദ്ധൻ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. Now look at verse 4. ഇനിയിപ്പോൾ 4-ാമത്തെ വചനത്തിലേക്ക് വന്നാലും, At the sound of their voices, the doorposts and the threshold shook, and the temple was filled with smoke. അവർ ആർക്കുന്ന ശബ്ദത്താൽ വാതിലിന്റെ കട്ടിളപ്പടികൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. Now, verse number 5. Woe to me, I cried, I am ruined, for I am a man of unclean lips, and I live among the people of unclean lips, and my eye have seen the King, the Lord Almighty. 5-ാമത്തെ വചനം, അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണുകൾ സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ വിശ്വസിക്കുന്നു, ലോകരാഷ്ട്രങ്ങളിൽ നിങ്ങൾ എവിടെ ഇരുന്നാണ് ഇത് കാണുന്നതെങ്കിലും വലിയ വിടുതൽ, ചിന്തിക്കുന്നതിനേക്കാൾ സങ്കല്പിക്കുന്നതിനേക്കാൾ ഒക്കെ വലിയ വിടുതലുകൾ കർത്താവ് ഇന്ന് നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല കർത്താവെ, ഈ സമയത്ത് തന്നെ
നിൻ്റെ ആ തേജസ്സുള്ള വലിയ കരങ്ങൾ നിൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു പരിപൂർണ വിടുതലും ആശ്വാസവും അങ്ങ് നൽകണമേ. ഞാനിത് പറയുമ്പോൾ ചില വീടുകളിൽ യേശു അതിശക്തമായി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ക്ഷയരോഗം ബാധിച്ചൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. മാത്രമല്ല എയ്ഡ്സ് രോഗം ബാധിച്ച് ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല, മറ്റുള്ള വ്യക്തികളിലേക്കും എല്ലാം പകർന്ന് ആ കുടുംബം മുഴുവൻ തകർന്നിരിക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള കുടുംബങ്ങളിപ്പോൾ പൂർണ്ണമായും വിടുതലിലേക്ക് വരട്ടെ. മദ്യപാനത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും വിവിധ ലഹരി മരുന്നുകൾക്ക് ഉപയോഗത്തിന് അടിമകളായവർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഒരു സമ്പൂർണ്ണ വിടുതലിലേക്ക് വരട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത വ്യക്തികൾക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു, വിടുതൽ കൊടുക്കണമേ. താങ്ക് യു ജീസസ്. ആമാശയത്തിൽ ക്യാൻസറുള്ളൊരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കും. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി പൂർണ്ണ സൗഖ്യത്തോടെ വെളിയിൽ വരട്ടെ ഇൻ ജീസസ് നെയിം. ഇടയ്ക്കിടയ്ക്ക് തല ചുറ്റി വീഴുന്ന ചില വ്യക്തികൾ ഇടയ്ക്കിടയ്ക്ക് തല ചുറ്റി വീഴുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ കാരണം കണ്ടെത്താൻ കഴിയുന്നില്ല, പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ചില രോഗാത്മാക്കൾ എന്ന് വെച്ചാൽ എത്ര ഡയഗ്നോസിസിലൊന്നും തെളിഞ്ഞു വരാതെ എത്ര പരിശോധനകൾ നടത്തിയിട്ടും മനസ്സിലാകുന്നില്ല, കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില രോഗശക്തികൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായി മാറി വിടുവിക്കപ്പെടട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രോപ്പർട്ടി സംബന്ധമായ ചില വിഷയങ്ങൾ കർത്താവ് കൈകാര്യം ചെയ്ത് അത് മാറ്റിക്കളയും. കർത്താവ് ഇന്ന് ജനങ്ങളെ അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി. നിങ്ങൾ കൂടെ ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടി പിടിച്ചുകൊണ്ട് വിടുതലുകൾ സ്വീകരിക്കുക. കർത്താവ് ഏത് പ്രാർത്ഥനാ വിഷയമായാലും അത്ഭുതകരമായ വിടുതൽ നൽകുന്നതിനാൽ നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ ആഴ്ചയിൽ കാസർഗോഡും കണ്ണൂരും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. സ്ക്രീനിൽ അനൗൺസ്മെൻറ്റിൽ കാണുന്ന ആ വെന്യൂ, സ്ഥലം ഏതാണ്, സമയം നോക്കി വരണം. കർത്താവ് നിങ്ങളെ ധാരാളമായി ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലൂടെ അനുഗ്രഹിക്കും. മാത്രമല്ല ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട എൻ്റെ പ്രാർത്ഥനാ ഡയറി, മൈ പ്രയർ ഡയറി, ഇംഗ്ലീഷിൽ വിന്നേഴ്സ് ഫാക്ടറി എന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പുസ്തകം, അതുപോലെ ആശിഷുമാരി എന്നുള്ള സാഹിത്യരചന, ഇതെല്ലാം ആവശ്യമുള്ള വ്യക്തികൾക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാം. സ്ക്രീനിലെ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിക്കാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരുമ്പോൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. കർത്താവ് ധാരാളമായി ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഒരാളോടെങ്കിലും ഇന്ന് ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.